അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് സ്മെല്ലില്ല അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലയെന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ പ്രത്യേകതയാണിത്. ഡെയിലി ചേട്ടൻ തുറന്ന് സാധനങ്ങൾ ഇടുന്നത്. സാധാരണ എല്ലാവർക്കും ഒരു തോന്നൽ, ഒരു സംശയമുണ്ട് ഇതിനകത്ത് സ്മെല്ല് വരും അല്ലെങ്കിൽ പുഴുക്കളുണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ട്. ഇതാണ് ഞാൻ അന്നുള്ള വേസ്റ്റ് ഇട്ട് ചോറും അങ്ങനെയുള്ള വേസ്റ്റുകൾ ഇട്ടിട്ട്, പപ്പായ ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, തക്കാളി ഇതിലുണ്ട്, കറികളുടെ ഇതെല്ലാം വെള്ളം ഇല്ലാതെ ഡ്രൈ ആക്കിയിട്ടാണ് ഇട്ടേക്കുന്നത്. ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി അരിഞ്ഞെടുക്കുന്ന ബാക്കി വരുന്ന പപ്പായ ആണെങ്കിൽ അതിൻ്റെ തൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ്, അതാണ് അതിനകത്തേക്ക് നിക്ഷേപിക്കുന്നത്. ഇതിപ്പോൾ 10 ലിറ്റർ വെള്ളം എടുത്തിരിക്കുകയാണ്, അളന്ന് വെച്ചിരിക്കുകയാണ്. അതിനകത്തേക്ക് 10 മില്ലി അല്ലേ? ഇത് 10 അല്ല, 10 കൂടുതലുണ്ട്, ഒരു കുഴപ്പമില്ല. അത്ര ഉപയോഗിച്ചൊന്നും കുഴപ്പമില്ല. ഇത് ഞാൻ ഉപയോഗിക്കുന്നു. ഓക്കെ. ഇനിയിപ്പോൾ ഇത് സ്പ്രേ ചെയ്യണമെങ്കിൽ സ്പ്രേ ചെയ്യാം, ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വയനാട് ജില്ലയിലെ പൂതാടി പഞ്ചായത്തിലെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്നിവിടെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, നമ്മുടെ ഈ ഒരു ഗാർഡൻ ഇതുപോലെ പൂത്തിരിഞ്ഞ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ ഇതാണ്ട ഗാർഡൻ കണ്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാണിച്ചിട്ട് പോലും ഇതുപോലെ ഫ്ലവറിങ് ഒന്നും ഉണ്ടാകാറില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിലെ അടുക്കളയിലെ ജൈവമാലിന്യങ്ങളൊക്കെ അദ്ദേഹം വളമാക്കി മാറ്റിയൊക്കെയാണ് ഈ ഒരു രീതിയിലേക്ക്. ഇതുണ്ടോ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഫ്ലവർ കണ്ടോ, ഇതെല്ലാം ബോഗൻവില്ലയാണ്. അദ്ദേഹം ഈ ഹോം ഗാർഡൻ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ നമുക്ക് നഴ്സറിയും ചെയ്യുന്നുണ്ട്. എല്ലാം ഫുള്ള് ഈ ഒരു ബോഗൻവില്ലയാണ്. കണ്ടോ പൂക്കൾ എന്ത് വെറൈറ്റി കളക്ഷനാണെന്ന് നോക്കി. അപ്പോൾ അദ്ദേഹം ഇതുപോലെ പൂക്കളൊക്കെ ഇതുപോലെ നന്നായിട്ട് കയറ്റിയെടുക്കാനും ഈ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ചെയ്ത രഹസ്യങ്ങളാണെന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ചേട്ടനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഞാൻ ഇവിടെ പൂതാടി പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. ഞാൻ 3-4 വർഷമായിട്ട് ഞാൻ ഗാർഡൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഫ്ലവർ കൂടുതലും ബൊഗൈൻവില്ല ആയിരുന്നു ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. പക്ഷേ എനിക്കത്ര മുൻകാലങ്ങളൊന്നും വലിയ അത്ര പ്രാധാന്യം, കാരണം ഈ സമയത്ത് ഇതിപ്പോൾ ഡിസംബർ ഇന്ന് 15 ആയുള്ളൂ. ഈ സമയത്തൊന്നും അങ്ങനെ ഫ്ലവർ വരാറില്ല. നല്ല വെയിലായി കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വരാറില്ല. പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്ത് എനിക്ക് പൂതാടി പഞ്ചായത്തിൽ നിന്ന് ഈ ബൊക്കാഷി ബക്കറ്റ് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടി. അതായത് നമ്മുടെ അടുക്കളയിലെ ജൈവമാലിന്യം സംസ്കരിച്ച് അതിൽ നിന്നൊരു ബൊക്കാഷി ടീ കിട്ടും, പിന്നെ അതിൽ നിന്ന് കമ്പോസ്റ്റും ഉണ്ട്. അത് ഞാൻ ഇട്ടപ്പോൾ ഇപ്പോൾ ഒരു കഴിഞ്ഞ മാർച്ച് മാസം മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതുമുതൽ എനിക്ക് വളരെ ഈ ചെടികൾക്കൊക്കെ, അതായത് എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നുണ്ട്. ബൊഗൈൻവില്ലയൊക്കെ എല്ലാ സമയത്തും പൂവുണ്ടാകുമെന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ, ഇത് കൂടുതലും കാര്യം ഇമ്പോർട്ടഡ് സാധനങ്ങളാണ്. അപൂർവങ്ങളാണ് ഈ ബൊഗൈൻവില്ലയ്ക്ക് മഴക്കാലത്ത് പോലും പൂവുണ്ടാകുക എന്ന് പറഞ്ഞാൽ. എനിക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽ ഇതിന് പൂ കാണുന്നു. അപ്പോൾ ഞാൻ അതേപ്പറ്റി ഇങ്ങനെ പഠിച്ചപ്പോഴാണ് അത് ഞാൻ ചെയ്യുന്ന ഈ ബൊക്കാഷി ടീയുടെ ഒരു ഫലമാണെന്നാണ് എൻ്റെ 100% വിശ്വാസം. കാരണം അതിലും എല്ലായിടത്തും എൻ്റെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഒക്കെ നന്നായിട്ട് കായ്ഫലം തോന്നും. പിന്നെ ഈ സമയത്തൊക്കെ നല്ല ഗ്രോത്തായിട്ട് ഞാൻ ഉദ്ദേശിച്ച കൂടുതൽ മുൻകാലങ്ങളിലുള്ള പരാജയം ഈ സമയത്ത് എനിക്ക് വലിയ വിജയമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഉപയോഗിക്കുന്നതല്ല, ജൈവവളമാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ രാസവളം ചെയ്യാറില്ല. ജൈവവളം ചെയ്തിട്ട് ഇത്രയും ഗ്രോത്ത് കിട്ടുക, അല്ലെങ്കിൽ ഇത്രയും സാധാരണ രീതിയിൽ രാസവളം ചെന്നാലാണ് എല്ലാത്തിനും വലിയൊരു ഇത് ഹൈലൈറ്റ് കിട്ടാറുള്ളത്. പക്ഷേ ജൈവവളത്തിൽ ഈ ബൊക്കാഷി ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് മാറ്റം കിട്ടി. നല്ല ബൊക്കാഷി എന്ന് പറയുമ്പോഴത്തേനും പലർക്കും മനസ്സിലാവത്തില്ല. പക്ഷെ അതെന്താണെന്നും കൂടെ ഒന്നും വ്യക്തത. അത് ഒരു ജാപ്പാനീസ് ടെക്നോളജിയാണ്. അതായത് നമ്മുടെ അടുക്കള മാലിന്യം സംസ്കരിച്ച്, അടുക്കള മാലിന്യങ്ങൾ എന്തൊക്കെ ഉൾപ്പെടാം അതിനകത്ത്? ആ അടുക്കളയിൽ എല്ലാ വേസ്റ്റും, വെള്ളം അല്ലാത്ത, അതായത് ലിക്വിഡ് ഉപയോഗിക്കാൻ പാടില്ല. ജൈവ മാലിന്യങ്ങൾ, നമ്മൾ പച്ചക്കറി വേസ്റ്റുകൾ, ചോറ്, നമുക്ക് ബാലൻസ് വരുന്ന ചോറ്, കറികൾ, നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണ സാധനത്തിൻ്റെ വേസ്റ്റ്, അങ്ങനെ എല്ലാ സാധനവും ഈ ബൊക്കാഷി ബക്കറ്റിനകത്ത് നിക്ഷേപിച്ച് നമുക്ക് നോൺ വെജ് ഒക്കെ ഉപയോഗിക്കാനത് എന്ത് സാധനവും ഉപയോഗിക്കാം. ലിക്വിഡ് ഒഴിവാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് എനിക്ക് നിർദ്ദേശം കിട്ടിയത്. അങ്ങനെ ഞാൻ ചെയ്തു. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ടീ ഉണ്ട്, ഒരു ബൊക്കാഷി ടീ, അത് ഇവിടെ ഇരിപ്പുണ്ട്. അതാ ബക്കറ്റ് വാങ്ങുമ്പോൾ കിട്ടുന്നല്ലേ? അല്ല, ഈ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ലിക്വിഡാണ് അത്. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സ്ലറി, ആ സ്ലറി എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാൻ നമുക്ക് പറ്റുമായിരിക്കും അല്ലേ? ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇരിപ്പുണ്ട്. ഞാനത് 4-5 ദിവസം കൂടുമ്പോൾ എടുക്കാറുണ്ട് ബക്കറ്റിൽ നിന്ന്. അത് 1 മില്ലിക്ക് 1000 മില്ലി അല്ലെങ്കിൽ 1 ലിറ്റർ, അങ്ങനെയാണ് ഞാനിതിന് ചെയ്യാറുള്ളത്. പിന്നെ വലിയ പ്ലാന്റുകൾക്ക് അതിൻ്റെ തോത് വ്യത്യാസം വരും. അങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങനെ ഇത്രയും എനിക്ക് ഗ്രോത്ത് കിട്ടിയത്. ഈ സമയത്തുപോലെ ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ചെടി നനച്ചിട്ടില്ല. എന്നിട്ട് പോലും ഇതിനൊരു വാട്ടം വരിക. ഇവിടെ നല്ല വെയിലാണ്.
അവിടെ ഒരു വാട്ടം വരുമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല ഗ്രോത്ത്, ചെടിക്ക് നല്ല ഗ്രോത്ത് കിട്ടുന്നുണ്ട്. ടീ എന്ന് പറയുന്നത് നമ്മുടെ ലിക്വിഡ് ആണല്ലോ. ആ ലിക്വിഡാണ്. ഡൈല്യൂട്ട് ചെയ്ത് എങ്ങനെ അപ്ലൈ ചെയ്യും? അത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം, സ്പ്രേ ചെയ്യാം. ഈ രണ്ടും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗ്രോത്ത് ആണ് എൻ്റെ 100% വിശ്വാസം. പിന്നെ ഞാൻ ഒരു പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മുടെ ഈ ഒരു നഴ്സറിയിലേക്ക് ഞാൻ നോക്കിയപ്പോഴും ചേട്ടൻ്റെ വീട്ടിലേക്ക് ഈ ഗാർഡൻ ഇതെല്ലാം മദർ പ്ലാന്റുകളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതെല്ലാം ശ്രദ്ധിച്ചപ്പോഴും ഈ ബോഗൻവില്ലയുടെ കളക്ഷൻ മാത്രമേ കൂടുതലുള്ളൂ. അതെന്താ അതിൻ്റെ രഹസ്യം? അത് വെച്ചാൽ ഇതിന് ഈ സമയത്തൊക്കെ ഈ ഗ്രോത്ത് കൂടുതൽ കിട്ടേണ്ട ഒരു പ്ലാന്റാണ് ബോഗൻവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സെലക്ട് ചെയ്തത്. അതാണ് സെലക്ട് ചെയ്തത്. പിന്നെ ഞാൻ പച്ചക്കറി ചെയ്യുന്നുണ്ട്, പച്ചക്കറിയിലും ഇത് ബൊക്കാഷി ഉപയോഗിക്കുന്നുണ്ട്. ഫ്രൂട്ട് പ്ലാന്റുകൾ അതൊക്കെ നല്ല മഴക്കാലത്ത് അതൊക്കെ സീസണബിളാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തു. കാരണം ഇതിൽ എല്ലാവരും കാരണം ഇത് ഇമ്പോർട്ടഡ് സാധനമാണ്. ഈ ബൊഗൻവില്ല എന്ന് പറഞ്ഞാൽ പുറം മഹാരാഷ്ട്രയിൽ നിന്നും, ഇതൊക്കെ തായ്ലൻഡ് വെറൈറ്റീസ്, ജപ്പാനാണ് ഇതിൻ്റെ മെയിൻ. അതായത് ബൊഗൻവില്ലയുടെ ഏറ്റവും മെയിൻ ജപ്പാനാണ്. അപ്പോൾ ഇത് ഞാനിവിടെ നിന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. കാരണം ഇതെനിക്ക് പരാജയപ്പെട്ടുകൊണ്ടിരുന്ന സമയമുണ്ടായിരുന്നു. അന്നേരം ഞാനത് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ ഈ ബൊക്കാഷിയുടെ പിൻബലത്തിൽ ഇതൊക്കെ ബൊക്കാഷി ടീയുടെ അല്ലെങ്കിൽ ആ വളത്തിൻ്റെ അതൊരു ജീവാണു വളമാണ്. അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ ഈ വേസ്റ്റ് നമ്മൾ കളയാതെ, അല്ല ചിലർക്കൊക്കെ മറ്റുള്ള ഈ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് പുഴു വരും, സ്മെല്ല് വരും. ഇത് നമുക്ക് അടുക്കളയിൽ പോലും വെക്കാം ഈ ബക്കറ്റ്. അതാണ് അതിൻ്റെ ഏറ്റവും സ്മെല്ല് വരത്തില്ല, പുഴു വരത്തില്ല. പുഴു വന്നാൽ തീർന്നല്ലോ. അടുക്കള വെച്ചിട്ട് പുഴു വന്നാൽ ആകെ എടുത്ത് കളയും. ഈ വേസ്റ്റിലേക്ക് നമ്മൾ എന്താണ് ചേർക്കുന്നത് സ്മെല്ല് വരാതെ ഇത് പൊടിയാനൊക്കെ ആയിട്ട്? അതിൻ്റെ ഒരു ബൊക്കാഷി പൗഡറുണ്ട്. ആ പൗഡർ ഈ ബൊക്കാഷി കമ്പനി തന്നെ തരുന്നുണ്ട്. അത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിട്ടിട്ട് അപ്പോൾ യാതൊരു സ്മെല്ലും ഇല്ല. നമ്മൾ അടുക്കളയിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറി അല്ലെങ്കിൽ ആ വസ്തുവിന് എന്താ സ്മെല്ലുണ്ടോ ആ സ്മെല്ലേ അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഒരു ബാഡ് സ്മെല്ല് ഇതുവരെ വന്നിട്ടില്ല. അതിവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഫ്ലവറിങ് ആണല്ലേ? നല്ല ഫ്ലവറിങ്, നല്ല ഗ്രോത്ത്, പിന്നെ നല്ല ഫ്രൂട്ട്സ് പ്ലാന്റിലൊക്കെ ആണെങ്കിൽ നല്ല കായ്ഫലങ്ങൾ കിട്ടുന്നുണ്ട്. എത്ര തരം നമുക്ക് ഈ ഒരു കളറുണ്ട് ഈ ഒരു ബോഗൻവില്ലയ്ക്ക് നമ്മുടെ കയ്യിൽ? എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 50 കളറിൽ വെറൈറ്റിയിൽ താഴെ ഉള്ളൂ. കാരണം ഞാൻ സ്റ്റാർട്ടിംഗ് ആണ്, ഞാൻ പരീക്ഷണ ഘട്ടത്തിലാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് ഒരു 100-ൽ മേലെ 200-ൻ്റെ താഴെ വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ അതൊക്കെ ഇമ്പോർട്ടഡ് ആണ്. എല്ലാം പുതിയ ഐറ്റംസ് ഉണ്ട്. ഒരുപാട് ഇതിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ തീരുകയല്ല. അതല്ലേ? അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോഗൻവില്ല അല്ലാതെ നമുക്ക് ഇവിടെ പരിചയപ്പെടാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എനിക്കിപ്പോൾ പ്ലാന്റ് ഉള്ളത്, കായ്ഫലം ഉള്ളത് മക്കോട്ടതേ നന്നായിട്ട് കാഴ്ച കിടപ്പുണ്ട്. ബാക്കിയെല്ലാം അതിൻ്റെ സമയം കഴിഞ്ഞു. കാരണം സീസൺ വെച്ചെല്ലാം ഇവിടെ റംബുട്ടാൻ നന്നായിട്ട് കായ്ച്ചിരുന്നു, കൂടുതലായിട്ട് കായ്ച്ചിരുന്നു. അങ്ങനെ ഒരുപാട് ഓറഞ്ച് കായ്ച്ചിരുന്നു. അതെല്ലാം കഴിഞ്ഞു പോയി, അതിൻ്റെയൊക്കെ സീസൺ കഴിഞ്ഞു പോയി. അപ്പം അത് കാണിച്ചു തരാൻ ഉണ്ടല്ലേ? പിന്നെ നമുക്ക് ഈ ഒരു ബോഗൻവില്ല വീട്ടിലിങ്ങനെ നിറച്ചതുകൊണ്ട് തന്നെ വീടിൻ്റെ ഭംഗിയെ മൊത്തത്തിലേക്ക് മാറി അല്ലേ? അപ്പോൾ നമുക്ക് 5 മാസമായി ഫ്ലവർ തുടങ്ങിയിട്ട്. അതാണ് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത. സാധാരണ ബൊഗൻവില്ല 2 മാസം 1.5 മാസമൊക്കെയാണ് ഫ്ലവർ നിൽക്കുകയുള്ളൂ സാധാരണ നേച്ചുറലായിട്ട്. പക്ഷേ ഇത് 5 മാസമായി ഈ ഫ്ലവർ നിലനിൽക്കുകയാണ്. ഇപ്പോഴിച്ചിരി അല്പം അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു മക്കോട്ടദേവ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ അത് കായ്ക്കുന്ന സമയമാണോ? ഇപ്പോൾ അതിൻ്റെ കായ്ക്കുന്ന സമയം അല്ല ശരിക്കും, ഡിസംബറിൽ. പക്ഷേ ഞാൻ ഈ വളം കൊടുക്കുന്നതിൻ്റെ ഫലമായിരിക്കാം ചിലപ്പോൾ അത് കായ്ച്ചു കിടപ്പുണ്ട്. ക്വാണ്ടിറ്റി കുറവാണ്, എന്നാലും കായുണ്ട്. ഓക്കെ. നല്ല മഴക്കാലത്താണ് ഇത് നന്നായിട്ട് കായ്ച്ചു കിടക്കുന്നത്. അതല്ലേ? പക്ഷേ ഈ വേനൽക്കാലത്തും അത് കായ്ച്ച് കിടക്കുന്നത് ഒരു പ്രത്യേകതയാണ്. ഈ ഒരു മക്കോട്ടദേവയുടെ പ്രത്യേകത എന്താണ്? നമുക്ക് എന്ത് തരത്തിലുള്ള ഉപയോഗമാണുള്ളത്? ഇതൊരു മെഡിസിൻ പ്ലാന്റ് ആണത്. അത് യൂറിക് ആസിഡ്, ഷുഗർ, കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇത് ടേസ്റ്റി അല്ല. നമ്മളിപ്പം ഷുഗർ ഉള്ളവർ പാവയ്ക്ക ജ്യൂസ് കുടിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇത് അരിഞ്ഞ് ഉണങ്ങിയിട്ട് അതിൻ്റെ 2-3 പീസ് ഉണങ്ങിയ പീസ് 1 ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം ഒരു 4-5 ദിവസം കണ്ടിന്യൂ ആയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ 90% ആൾക്കാർക്ക് ഷുഗർ കുറയും. കാരണം എൻ്റെ വൈഫിന് 400 ആയിരുന്നു, അതിപ്പോൾ 120-130 നിൽക്കുകയാണ്. അങ്ങനെ ഉള്ള റിസൾട്ടുണ്ട്. അതാണ് അതിൻ്റെ മക്കോട്ടദേവയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ചേട്ടാ ഇത്രയൊക്കെ പറഞ്ഞു തന്നാൽ ഇനി നമുക്ക് ബൊക്കാഷി ടീ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അതിൻ്റെ പ്രോസസ്സിങ് കാണാമല്ലോ, എങ്ങനെ ഉപയോഗിക്കുന്നത് നമുക്ക്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഒന്ന് കാണിച്ചു തരൂ. ശരി. ഇതല്ലേ ബക്കറ്റ്? ഇതാണ് ബൊക്കാഷി ബക്കറ്റ്. ഇതിങ്ങനെ 2 ബക്കറ്റ് ഉണ്ടാവും, ഒരു സെറ്റ് 2 ബക്കറ്റ് വേണം. നമ്മൾ 15 ദിവസം ഒന്ന് യൂസ് ചെയ്യുന്നു, അത് എടുത്ത് മാറ്റി വെക്കുന്നു. എന്നിട്ട് പിന്നെ അടുത്ത 15 ദിവസം വേറൊരു ബക്കറ്റ് എടുക്കുന്നു. അപ്പോൾ 2 ടാപ്പുണ്ടോ? ടാപ്പുണ്ട്, ഒരേ സിസ്റ്റമാണ്. ഓക്കെ.
അപ്പോൾ നമ്മൾ കുപ്പിയിലേക്ക് ഇത് കളക്ട് ചെയ്യണം. കുപ്പിയിലേക്ക് ഇത് കളക്ട് ചെയ്യണം. അതിൻ്റെ ഡോസേജ് എന്ന് പറഞ്ഞു. ഡോസേജ് ഞാൻ പറയാം. ആദ്യം കളക്ട് ചെയ്യുന്നു. ഓ, ഇതാണല്ലേ വെള്ളം വരുന്നത്. ഇതാണ് ആ ലിക്വിഡ്. സാറിന് ഇപ്പം വെള്ളം നമുക്ക് ഇതിനകത്ത് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇത് പക്ഷേ ഈ പച്ചക്കറിയിൽ ഒരു വെള്ളമാണല്ലോ, അതാണ് നമ്മൾ അഡീഷണൽ വെള്ളം കൊടുക്കരുത്. നമ്മുടെ വീട്ടിൽ ഉള്ളിയുടെ തൊണ്ട് പൊളിക്കുന്നത് ഉൾപ്പെടെ എല്ലാം ഉപയോഗിക്കാം. എന്ത് വേസ്റ്റ്, അടുക്കള വേസ്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ എല്ല് ഇട്ട് കഴിഞ്ഞാൽ എല്ല്, മീൻ്റെ മുള്ള്, അതൊക്കെ അങ്ങനെ തന്നെ കിടക്കും. അല്ലാത്തതൊക്കെ അലിയുന്ന എന്ത് മാലിന്യവും ജൈവ മാലിന്യവും ഇതിനകത്ത് അലിഞ്ഞു ചേരും. അതിൻ്റെ പൗഡർ നമ്മൾ ഓരോ ലെയർ ഇടുമ്പോഴും, അതായത് ഒരു ദിവസത്തെ വേസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു 20 ഗ്രാം വീതം, 10 ഗ്രാം 20 ഗ്രാം ആ പൗഡർ വിതരണം. അങ്ങനെ ഓരോ ലെയറായിട്ട് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് എല്ലാ ദിവസവും ഇടണം? എല്ലാ ദിവസവും വേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇടുമ്പോൾ നമ്മൾ ഇടുമ്പോഴൊക്കെ അതിപ്പോൾ ഊറ്റിയിട്ട് പോലും സ്മെല്ലില്ല. ഇതിപ്പോൾ സ്മെല്ല് വരുന്നില്ല. പിന്നെ ഇത് സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നമ്മൾ നെല്ല് ഒക്കെ നമ്മൾ പണ്ടൊക്കെ ഒരു വാറ്റാൻ സംവിധാനമുണ്ട്, അതുപോലെ ഒരു സ്മെല്ല് വരും. ചെറുതായിട്ട് സഹിക്കാവുന്നതല്ലേ? അത് സഹിക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ ഇതിനകത്ത് അല്പം ശർക്കര ചേരുന്നുണ്ട്. ശർക്കര നമ്മളല്ലാതെ ഇടുന്നതാണോ? അല്പം ചേർക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് പെട്ടെന്ന് അതിനകത്ത് ബാക്ടീരിയകൾ ഇതിൻ്റെ ജൈവ ബാക്ടീരിയ ജീവാണു വളരാൻ വേണ്ടിയിട്ടും മറ്റ് ബാഡ് ജീവാണുക്കൾ ചത്തുപോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇതിപ്പോൾ ഇത് ഒരു 3-4 ദിവസത്തെ ആണ് ഇത്രയും കളക്ട് ചെയ്തിട്ട്. ഇത് ഈ ബക്കറ്റിനകത്ത് എത്ര ദിവസം ഇടണം ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ? അത് നമ്മൾ ഒരു 7-ാം ദിവസം മുതൽ നമുക്ക് ഈ ടീ, ഇതാണ് ബൊക്കാഷി ടീ എന്ന് പറയുന്നത്. ഈ ലിക്വിഡിനാണ് പറയുന്നത്, ഈ ബൊക്കാഷി ടീ എന്ന് പറയുന്നത്. ഇത് കിട്ടാൻ തുടങ്ങും. കിട്ടാൻ അത് 1-2 ദിവസം എടുക്കണമെന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇത് 4-5 ദിവസം എടുക്കാത്തതുകൊണ്ട് ഇത്രയും ക്വാണ്ടിറ്റി കൂടിപ്പോയി. അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ഉപയോഗക്രമം ഞാൻ പറയാം. ഇത് 1 ലിറ്ററിന് 1 മില്ലിയാണ് ഇതിൻ്റെ അനുവദനീയമായ കണക്ക്. റേഷ്യോ അല്പം കൂടിയാലും കുഴപ്പമില്ല. പിന്നെ സാധാരണ പച്ചക്കറികൾക്ക്, ചെടികൾക്കൊക്കെയാണ് ഈ റേഷ്യോ. പിന്നെ വലിയ പ്ലാന്റുകളാണെങ്കിൽ നമുക്ക് അതിൻ്റെ അളവ് കൂട്ടാം. ബൊക്കാഷി അളവ് കൂട്ടാം. അതിപ്പോൾ ഞാനിത് 10 ലിറ്റർ വെള്ളം എടുത്തിരിക്കുകയാണ്, അളന്ന് വെച്ചിരിക്കുകയാണ്. അതിനകത്തേക്ക് ഇപ്പോൾ അളക്കുന്നത് നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. 10 മില്ലി അല്ലേ? ഇത് 10 അല്ല, 10-ൽ കൂടുതലുണ്ട്. ഒരു കുഴപ്പമില്ല. അത്ര ഉപയോഗിച്ചൊന്നും കുഴപ്പമില്ല. ഞാൻ ഉപയോഗിക്കുന്നു. ഇനിയിപ്പോൾ ഇത് സ്പ്രേ ചെയ്യണമെങ്കിൽ സ്പ്രേ ചെയ്യാം, ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് സ്മെല്ലില്ല അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലയെന്ന് പറഞ്ഞല്ലോ. അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ പ്രത്യേകതയാണിത്. ഡെയിലി ചേട്ടൻ തുറന്ന് സാധനങ്ങൾ ഇടുന്നത്. സാധാരണ എല്ലാവർക്കും ഒരു തോന്നൽ, ഒരു സംശയമുണ്ട്, ഇതിനകത്ത് സ്മെല്ല് വരും അല്ലെങ്കിൽ പുഴുക്കളുണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ട്. ഇതാണ് ഞാൻ അന്നുള്ള വേസ്റ്റ് ഇട്ട് ചോറും അങ്ങനെയുള്ള വേസ്റ്റുകൾ ഇട്ടിട്ട്, പപ്പായ ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, തക്കാളി ഇതിലുണ്ട്, കറികളുടെ ഇതെല്ലാം വെള്ളം ഇല്ലാതെ ഡ്രൈ ആക്കിയിട്ടാണ് ഇട്ടേക്കുന്നത്. ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി അരിഞ്ഞെടുക്കുന്ന ബാക്കി വരുന്ന പപ്പായ ആണെങ്കിൽ അതിൻ്റെ തൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ്, അതാണ് അതിനകത്തേക്ക് നിക്ഷേപിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇട്ടതുപോലെ തന്നെ അങ്ങനെ അടിഭാഗം ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും, മേലെ ഭാഗം ഫ്രഷായിട്ട് തന്നെ അങ്ങനെ കിടക്കുമായിരിക്കും. അപ്പോൾ ഇപ്പം ഇതാ സ്മെല്ല് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ പുഴുവുണ്ടോ? അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ചെറിയൊരു സ്മെല്ലേ ഉള്ളൂ, അത് സഹിക്കാവുന്ന. നമ്മൾ അരിഞ്ഞു വെച്ചാൽ എന്തായാലും ഒരു സ്മെല്ലുണ്ടാവും.
അതൊരു ബാഡ് സ്മെല്ലല്ല. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നത്? ഇതാണോ നമ്മൾ രണ്ടാമത്തെ ബക്കറ്റിലേക്ക് മാറ്റുന്നത്? ഇത് നമ്മൾ ഒരു 15 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 20 ദിവസം, ഞാൻ 20 ദിവസം വരെ വെക്കാറുണ്ട്, സമയക്കുറവുണ്ട്. ആ 20 ദിവസം ആകുമ്പോൾ ഞാൻ ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ കാലിയായ ബക്കറ്റ് ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചത്, ആ ബക്കറ്റിനകത്തേക്ക് പുതിയതായിട്ട് അതിനകത്ത് അല്പം വെല്ലം, ശർക്കര ഇട്ടിട്ട് അടിയിൽ അല്പം ബൊക്കാഷി പൗഡറും വെതറിയിട്ട് വീണ്ടും അതിനകത്തേക്ക് റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതെടുത്ത് മാറ്റി വെക്കും. ഇത് മാറ്റി വെച്ച് ഞാനിപ്പോൾ 1 മാസം മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു അവിഞ്ഞങ്ങിരിക്കും. അവിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അമർന്നിരിക്കും. അത് കഴിയുമ്പോൾ ഞാൻ അതൊരു ചാക്കിനകത്തേക്ക്, പ്ലാസ്റ്റിക് ചാക്കിനകത്തേക്ക് ഒരു 1:3 എന്ന അനുപാതത്തിൽ മണ്ണ് അല്ലെങ്കിൽ മറ്റ് ചകിരിച്ചോറ് അതൊക്കെ അതിനകത്തേക്ക് മിക്സ് ചെയ്ത് വെക്കും. ഓരോ ലെയർ കുറച്ച് ഈ വേസ്റ്റ് ഇടും, അത് കഴിഞ്ഞ് കുറച്ച് ചകിരിച്ചോറിടും, അല്ലെങ്കിൽ മണ്ണിടും. അങ്ങനെ ലെയറായിട്ട് അങ്ങനെ വെച്ച് വെക്കും. അത് 1 മാസം അത് കെട്ടി വെക്കും. 1 മാസം കഴിയുമ്പോൾ അത് കമ്പോസ്റ്റായി. ആ കമ്പോസ്റ്റ് ഞാൻ അടിവളമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് മണ്ണുമായിട്ട് ലയിപ്പിച്ചല്ലോ ഓൾറെഡി, മണ്ണിൽ അടിവളമായിട്ട് അതൊരു കമ്പോസ്റ്റ് വളമായിട്ട് തന്നെ ഇരിക്കും. അത് ഞാൻ പ്ലാന്റുകൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഫലമാണ് ഇപ്പോൾ ഈ കണ്ട് നിങ്ങൾ ബോധ്യപ്പെട്ടത്. അപ്പോൾ ഈ കർഷകർക്ക് ഈ ഒരു അറിവ് ഒരുപാട് ഉപകാരപ്പെടും. കാരണം ഞാൻ അനുഭവസ്ഥനാണ്. കാരണം എൻ്റെ പ്ലാന്റുകളൊക്കെ വളരെ പിന്നോക്കം നിന്നതാണ്. എനിക്ക് കാരണം ഞാൻ രാസവളം അങ്ങനെ ഒരു ഉപയോഗിക്കാത്ത ആളാണ്. പിന്നെ രാസവളം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്ലാന്റുകളുടെയൊക്കെ ആയുസ് കുറയും. അതുകൊണ്ട് ഞാൻ ജൈവവളത്തിൽ മാത്രം പോകുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു. കാരണം ജൈവവളത്തിൽ തന്നെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ്. അതിന് ഒരു പ്രതിവിധി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഇത് എനിക്ക് കിട്ടിയത്. എനിക്ക് വളരെ നേട്ടമാണ് കേട്ടോ. ഇത് കിട്ടിയത് വളരെ നേട്ടം തന്നെയാണ്.